ശരിക്കും പറഞ്ഞാലേ നമ്മുടെ യാത്ര ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നാഗ്പൂർ എത്താറായിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ചക്ക കൊടുക്കാറുണ്ട്. ആ ചക്ക ശരിക്കും പറഞ്ഞാൽ കോട്ടയത്ത് നിന്ന് വന്നൊരു ചക്കയാണ്. ശരിക്കും പറഞ്ഞാൽ കുരുവിള അച്ചാൻ കൊണ്ടൊരു ചക്കയാണ്. ആ ചക്ക എന്തായാലും കൊടുക്കുന്ന വീഡിയോ ഒക്കെ എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ ബാക്കിൽ ഫുൾ ടീമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡൽഹി ടീമാണ്. അതോടൊപ്പം തന്നെ ഗോകുലുണ്ട്, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. ഇവിടെ വേറെ അല്ലാതെ പിന്നെ കുറേ ആൾക്കാരുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ എന്തായാലും കാണാം. ഓക്കെ ഫൈൻ. ഈ ചക്കയുടെ പിന്നിലുള്ള കഥ എന്ന് പറയാമോ? ഈ ചക്ക എന്റെ സ്വന്തം ചക്കയാണ്. അച്ഛൻ്റെ വയറല്ല ഈ ചക്ക. ഈ ചക്കയുടെ പുറകിൽ ഒരുപാട് കഥകളുണ്ട്. പറഞ്ഞോ, റിയൽ ആയിട്ടുള്ള കഥ പറഞ്ഞു. താമസിക്കുന്നത് നമ്മുടെ ബിൽഡിംഗ് താമസിക്കുന്നത് നമ്മുടെ പപ്പായുടെ ഒക്കെ പ്രായക്കാരനായ ഒരു അച്ചായനുണ്ട്. അച്ചായൻ കാലങ്ങളായിട്ട് നാഗപ്പൂർ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ അച്ചായനെ കരുതിയ ഒരു ഫാമിലിയാണ്. ആ ഫാമിലിക്ക് വേണ്ടി കേരളത്തിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഇപ്പോൾ അച്ചായൻ തന്നുകൊണ്ട് ചക്കയാണ്. അപ്പോൾ നമ്മളിന്ന് കൈമാറ്റം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ഇത് അതായത് അച്ചായൻ്റെ ലോഡ്ജുണ്ട്. അച്ചായൻ്റെ ലോഡ്ജിന്റെ പേരെന്താ? അച്ചായൻ്റെ ലോഡ്ജിന്റെ പേരെന്താ? കോട്ടയത്ത് പറഞ്ഞേ. റിവർ സൈഡ് എന്ന് പറഞ്ഞ അച്ചായൻ്റെ ഒരു ലോഡ്ജ് ഉണ്ട് കൊച്ചിയിൽ. സോറി, കോട്ടയത്ത്. ഈ മൊട്ടത്തല ഉണ്ടായിരുന്നു. റിവർ സൈഡ് എന്ന് പറയുന്ന ഒരു ലോഡ്ജ് ഉണ്ട് അച്ചായന്. അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഒരു അച്ചായനുണ്ടായിരുന്നു. അച്ചായൻ്റെ റിലേറ്റീവ്സ് നമ്മുടെ ഡൽഹിയിലുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് അച്ചായൻ ലഡാക്കിലോട്ട് പോകുന്നൊരു ട്രിപ്പ്, നാഗ്പൂരിലുണ്ട്. സോ അച്ചായൻ ലേയിലോട്ട് പോകുന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ അവർക്ക് ആ ഒരു ചക്ക കൊടുക്കണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഈ ചക്ക കോട്ടയത്ത് നിന്ന് ഇങ്ങനെ നാഗ്പൂർ വരെ എത്തിയത്. സോ വളരെ സൂക്ഷിച്ചാണ് അച്ചായൻ ഈ ഒരു ചക്ക കൊടുത്തത്. ഇവിടെ ചക്ക മേടിക്കാൻ വേണ്ടി കുറേ മലയാളീസ് ഉണ്ട്. ഇവരെല്ലാവരും ചക്കയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബോഗിയിലുള്ള ഒരുപാട് ആൾക്കാർ ചക്ക എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. സോ അങ്ങനെ ഈ ഒരു കേരളത്തിലെ ചക്ക ഇവിടെ ഒരു ട്രെൻഡ് ആവാൻ പോവുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഈ ചക്ക കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ ആയിരിക്കും നിങ്ങളിനി കാണാൻ പോകുന്നത്. കലവില ചിലക്കുന്ന മഹേഷ മിണ്ടായിരുന്നോളം കേട്ടല്ലോ, മര്യാദക്ക് ഇരുന്നോളം. അതോടൊപ്പം തന്നെ ശരത് ബ്രോ ഉണ്ട്, ഇതാ നമ്മുടെ അനൂപ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി ബോയ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫുൾ ടീംസ് ഉണ്ട്. അപ്പോ ഫുൾ ടീംസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ശരിക്കും പറഞ്ഞാലേ ഈ ജിപ്സി തിരക്കുള്ള ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി യാത്രയായിരുന്നു. ഈ ട്രെയിൻ യാത്ര ഇത്രത്തോളം ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എനിക്ക് ശരിക്കും ഇപ്പൊ ഈ ഒരു ബോഗി നമ്മൾ ദത്തെടുത്തു. അതോടൊപ്പം തന്നെ ഈ ബോഗിയുടെ നെയ്ബേഴ്സ് ബോഗികളൊക്കെ നമ്മുടെ സ്വന്തം ബോഗികളായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചക്ക മുഹൂർത്തം അടിച്ച് പൊളിക്കാം. എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ ചക്ക നിങ്ങൾ കൊടുക്കുന്ന സമയത്ത്, റിസീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എനിവേ ഗൈസ്, സീ യു സൂൺ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന ചക്കയാണ്. ചക്ക ഒരു ഉത്സവത്തോടു കൂടി ചക്ക നമ്മുടെ ഇപ്പോൾ നാഗ്പൂരിന് കൈമാറാൻ പോവാണ്. ആ ചക്കയിലുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടോ മെയിൻ ചക്ക മെയിൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ചക്കയാണ് നമ്മൾ ആ കേരളത്തിൽ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന് കൊടുക്കാൻ വന്നേക്കാം. ചക്ക ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ നോക്ക്, കുരുവിള ചേട്ടൻ ഫ്രണ്ടിലുണ്ട്. കുരുവിള ചേട്ടൻ നയിക്കുന്ന ഗംഭീര ജാഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കേരളത്തിൽ നിന്നുള്ളൊരു ഗംഭീര ചക്ക ജാഥയാണ്. അതും കോട്ടയത്ത് നിന്ന് നാഗ്പൂർ വരെ ട്രെയിൻ കയറി വന്നിട്ടുള്ളൊരു ചക്കയുടെ യാത്രയാണ് നിങ്ങൾ കാണുന്നത്. ടിക്കറ്റ് ഇല്ല വന്ന ചക്ക, ടിക്കറ്റ് ഇല്ല വന്ന് കള്ളവണ്ടി കയറി വന്ന ചക്ക, കൊറോണ ടെസ്റ്റ് ചെയ്യാത്ത ചക്ക. ഇപ്പൊ നമ്മള് ഈ വരുന്ന നാഗ്പൂർ അച്ചായന്റെ പുറത്ത് ഈ ഒരു ചക്ക നമ്മൾ വെച്ചു കൊടുക്കുന്നതോടെ ഈ ഒരു മഹാമഹം ഇവിടെ അവസാനിക്കുന്നതാണ്. നമ്മളോടൊപ്പം ഫുൾ ടീം ഓടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് ഇവിടെ ഫുൾ ടീം, എന്റെ അണ്ണാക്കിലെ വോയിസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഫുൾ ക്രൂ ഇവിടെ ഉണ്ട്. പിന്നെ ചക്ക ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് തോളത്ത് മാത്രം വെച്ചോണ്ട് ഗുരുള അച്ചായൻ ചക്ക, കോട്ടയത്തിന്റെ സ്വന്തം അച്ചായൻ ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഡൽഹിയുടെ വീരപുത്രൻ, ആപ്കാ നാം ക്യാ ഹൈ? പൊളിച്ച് ബ്രോ ഇവിടെ ഉണ്ട്. ദെൻ ഒരു ഫുൾ ടീം നമുക്ക് വേണ്ടിയിട്ടുള്ള ചക്ക കൊടുക്കാനായിട്ടുണ്ട്. ഇവിടെ മലയാളി ഇല്ല, ബംഗാളി ഇല്ല, ഡൽഹി ഇല്ല, ഒന്നുമില്ല. നമ്മൾ മനുഷ്യന്മാരെന്നുള്ള ഓൺലി എല്ലാ മലയാളികളും മാത്രമാണ്. അപ്പൊ എന്തായാലും ചക്ക കൊടുക്കുന്ന ആ ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ ഗംഭീരമായ വർഷങ്ങളായിട്ട് നടത്തി വരാറുള്ള ഈ ഒരു ചടങ്ങ് നമുക്ക് ഇപ്പോൾ നമ്മൾ കൈമാറാൻ പോവുകയാണ്. ആ ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മഹാമനസ്കനെ നമ്മൾ കാണാൻ പോവുകയാണ്. ഈ ചക്കയുടെ മുന്നിലുള്ള ഒരു സ്റ്റോറി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യാ, അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ചക്ക കൊടുത്തേ പറ്റൂ. അപ്പൊ എന്തായാലും ചക്ക നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഇത്രയും ആൾക്കാർ നമ്മുടെ ചക്ക കൊടുക്കാൻ വേണ്ടി നമ്മുടെ ട്രെയിനിൽ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ ഓർമ്മിക്കേണ്ടില്ല, നമ്മുടെ ജിപ്സി എടുക്കാനുള്ള യാത്രയിലാണ് ഇത്തരം അസുലഭമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ നമുക്കിട്ട്. കോട്ടയം അച്ചായന്മാർ കയറി കഴിഞ്ഞാൽ ആ ലെവൽ വേറെ ഹെവിയാണ്. നിങ്ങളോട് വേറെ ഒന്നും പറയേണ്ട ഒരാവശ്യമില്ല.
ഇവർ കയറിയതിന് ശേഷമാണ് നമ്മുടെ ഒരു ട്രിപ്പ് ശരിക്കും പറഞ്ഞ ഒരു മൊമെന്റ്. വേറെ ഏറ്റവും വലിയ വിറ്റ് എന്ന് പറഞ്ഞാൽ പൊളി, വേറെ ലെവൽ പൊളിയാണ്. പിന്നെ വേറൊരു കാര്യം പറയാം, ഇവര് ലേക്ക് പോവാണ്. ഓൾറെഡി നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇവർ ലേ ലഡാക്ക് വേണ്ടിട്ട് പോവാണ്. കുളു മണാലിയിലെ മഹേഷ് ബ്രോയുടെ കാര്യം പെട്ടെന്ന് പറഞ്ഞാല്, മഹേഷ് ബ്രോയ്ക്ക് ആ തട്ടേയുടെ പേരെന്ന് പറഞ്ഞേ ഗായത്രി ടീ ഷോപ്പ് ആൻഡ് റെസ്റ്റോറന്റ് കുമാരനെല്ലൂർ. അപ്പൊ കുമാരനെല്ലൂർ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നല്ല തട്ടയുടെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മഹേഷിനെ വിളിക്കാം. അപ്പൊ എന്തായാലും നമ്മള് ചക്കയുടെ ഓക്കെ ചക്കയുടെ യാത്രയ്ക്ക് പോവാണ്. ഞാൻ എന്റെ ബാക്കിലാണ്, ചക്ക ഫ്രണ്ടിലാണ്. നമുക്ക് എന്തായാലും ചക്ക കൊടുക്കാം. ചക്ക ദേനക്കലിയെ അപ്പൊ ചക്ക കൊടുക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും നമ്മൾ താഴെ ഇറങ്ങി നിൽപ്പുണ്ട്. ചക്ക ആർക്കാ കൊടുക്കുന്നുള്ളത് നമുക്കിപ്പോ കാണാം. ഈ ഒരു ചക്കമായ നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിൽ നിന്നുള്ള ചോണക്കുട്ടികൾ ചക്ക കൊടുക്കാൻ പോവാണ്. നിങ്ങളിത് കണ്ടോളൂ ഗൈസ്. ഫാബ്സോൺവീൽസില് ഈ ഒരു ചക്കമയം ആദ്യമായിട്ടായിരിക്കും നമ്മളെ ഇത്ര ആൾക്കാരോടെ കാത്തിരിക്കുകയാണ്. ഓക്കെ എങ്ങനെ ചക്കോടി ഓക്കെ. അങ്ങനെ നമ്മുടെ ചക്ക ഇവിടെ കൊടുക്കാണ് ഗൈസ്. നിങ്ങൾ കാണാൻ പറ്റും നമ്മുടെ ചക്ക നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ചക്ക മക്കളെ പൊളിച്ച് കേരള ചക്ക ഏതോ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകണ തല വെച്ച് കൊടുക്കേ. കേരള ചക്ക അങ്ങനെ കേരള ചക്ക നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും കേരള ചക്ക കൊണ്ടുപോവാണ്. ഓക്കെ ബ്രോ ഓക്കെ. तुम्हारे लिए അപ്പൊ കേരള ചക്ക നമ്മൾ എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. മാസ്ക് വെച്ചിട്ടുണ്ട്. മാസ്ക് വെക്കാതെ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും കാണാൻ പറ്റും. പൊളിക്കും. ഓക്കെ എവിടെ പോയി അപ്പൊ ഇത്ര ആൾക്കാരാണ് നമ്മുടെ കൂടെ ചക്ക കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഗോകുൽ എല്ലാവരും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ജിപ്സി എടുക്കാനുള്ള യാത്രയിൽ നമ്മൾ അസുലഭമായിട്ടുള്ള കുറെ മുഹൂർത്തങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഹായ് കാണിച്ചേ. എല്ലാവരും ഹായ് കാണിച്ചേ. ഹായ് ബോൾ. അപ്പൊ എന്തായാലും നമ്മുടെ ചക്ക കൊടുക്കുന്ന ആ ഒരു മുഹൂർത്തം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ലെറ്റ്സ് സീ സൂൺ. നമ്മളെന്തായാലും ഭോപ്പാലിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ കൂടെ അച്ചായൻ ടീമും ഉണ്ട്. അവരെന്തായാലും നേരെ ലേക്കാണ്. അവർക്ക് എന്തായാലും ഒരു കിടിലൻ യാത്ര നമുക്ക് എന്തായാലും അവർക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി കാണുന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ നമുക്ക് എന്തായാലും ഇനി കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ. അങ്ങനെ നമ്മൾ ഭോപ്പാലിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വരുന്ന എപ്പിസോഡ്സിൽ കാണാം. എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് ഒരുപാട്. നമ്മളെന്തായാലും ഇവിടെ റൂം എടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് നല്ല ക്ഷീണമുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രഷ് ആവണം. അതിനുശേഷമായിരിക്കും ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ഇനി ബാക്കി കാഴ്ചകളാണ്.